ടൈമായി നമ്മുടെ ഐറ്റം വന്നിട്ടില്ല, കാത്തിരിക്കുകയാണ്. മേ ബി ബിസി ആണോ കാര്യം ഞാൻ പറഞ്ഞില്ലേ, പുറത്തും കുറച്ച് ഓർഡേഴ്സ് ഉണ്ട് മാൻ. ഹായ് ഹലോ ഗൈസ്, നമ്മളുള്ളത് എലോഡിയ മാൾ പറഞ്ഞ സ്ഥലത്താണ്. കുറേ റെസ്റ്റോറൻറ്റ്സ് ഒരുമിച്ച് നിൽക്കുക, അതാണ് ഇവരുടെ മെയിൻ പർപ്പസ്. ഓക്കെ, കുറച്ച് ഷോർട്സിൻ്റെ ഇടയിൽ ആഡ് ചെയ്യുക. കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, മെയിൻലി ഇവിടെ റെസ്റ്റോറൻറ്റ്സ്, പിന്നെ കുറച്ച് ബ്യൂട്ടിക് ഷോപ്സ്, പിന്നെ ബ്യൂട്ടി ഐറ്റംസ്, അങ്ങനെയൊക്കെ കുറച്ച് പരിപാടി. മെയിൻ പല ടൈപ്പ് ഓഫ് പല രാജ്യത്തുള്ള പല ക്യൂസീൻസ് ഉള്ള റെസ്റ്റോറൻറ്റ്സ്. ഫലാഫല്, തുർക്കിഷ് റെസ്റ്റോറൻറ്റ്സ്, ജാപ്പനീസിനാണെങ്കിൽ സുഷി, അതേപോലെ മറ്റേ സ്റ്റേക്ക്, അങ്ങനെ പല പരിപാടികളും ഉണ്ട്. നമ്മളിവിടെ സിപ്പ് ആൻഡ് ഡിപ്പ് പറഞ്ഞിട്ടുള്ള നമ്മൾ സ്ഥിരം വാങ്ങാറുള്ള ഒരു ബർഗർ വാങ്ങാൻ വന്നിക്കാണ്. അപ്പോൾ എൻ്റെ ഷെഫ് ഇപ്പോൾ പുറത്തു പോയിക്കാണ്, അപ്പോൾ അത് നമ്മൾ ഇതാക്കാൻ വന്നിക്കാണ്. ഓക്കെ, ഹായ്, ദിസ് ഈസ് ദ ഷെഫ്. ഒരാളാണ് ഷെഫ്. സേ ഹായ്. അപ്പോൾ അതാണ് നമ്മുടെ ഷെഫ്. മൂപ്പരാളുടെ നിന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മളിവിടെ വാങ്ങാൻ വരലുള്ളതാണ്. കണ്ടോക്ക്, ഇതാണ് ഇവിടുത്തെ ഈവനിങ് വ്യൂ എന്ന് പറയണത്. നല്ല ഭംഗിയില്ലേ? നമ്മുടെ കാർ അവിടെ വെയിറ്റ് ചെയ്ത് എടുക്കാം കേട്ടോ. നമ്മുടെ സാധനം പറഞ്ഞു വെച്ചിട്ടുണ്ട്, ബർഗർ. ഇതാണ് ഇവിടുത്തെ വ്യൂ, ഈവനിങ് വ്യൂ. ആവശ്യത്തിന് അടിപൊളി. നമ്മൾ വാങ്ങാൻ പോണ സിപ്പ് ആൻഡ് ഡിപ്പ് ഇത് അവിടെ ഇരിക്കണു. തൊട്ടപ്പുറത്ത് ലത്ത് എന്ന് പറഞ്ഞുള്ള ഒരു സംഭവം ഉണ്ട്. പിന്നെ എനർജി ജ്യൂസ്, അത് നമ്മൾ ഓൾറെഡി ട്രൈ ചെയ്താണ്. പിന്നെ അപ്പുറത്തും ഇപ്പുറത്തായിട്ട് കുറെ എണ്ണം. ഇവിടെ കാണാൻ സീനാണ്, നല്ല ഭംഗിയുള്ളൊരു സ്പോട്ടാണ്. മസ്കറ്റിലെ എത്ര പേര് ഇങ്ങോട്ട് വന്നിട്ടുണ്ടോന്ന് അറിയില്ല. ഒരു കിടിലം ഫുഡ് സ്പോട്ട്, പക്ഷെ അധികം ആളനൊക്കെ ഇല്ല. പക്ഷെ ഒരു ഈവനിങ് ആകുമ്പോൾ നല്ല ആൾക്കാർ വരും. കൂടുതൽ അറബ്സ് തന്നെയാണ്. കാര്യം പുറത്ത് വണ്ടി പാർക്ക് ചെയ്യുക, ഓർഡർ ചെയ്യുക, അതാണ് അവരുടെ മെയിൻ പരിപാടി. അപ്പോൾ അധികം തിരക്കില്ലാത്തതുകൊണ്ട് തന്നെ സുഖമായിട്ട് ഇത് കൂടെ ഒക്കെ പോകാൻ പറ്റും. ഇതാണ് നമ്മൾ വാങ്ങാൻ വന്ന റെസ്റ്റോറൻറ്റ്. ചെറുതാണ്, വളരെ വലിപ്പമൊന്നുമില്ല, പക്ഷെ എന്താ പറയുക, വേറെ സാധനം അടിപൊളിയാണ്. അത് കിട്ടിയാൽ മതിയല്ലോ നമുക്ക്. ഞാൻ ഇവിടെ ഓൾറെഡി ഇൻസ്റ്റയ്ക്ക് വേണ്ടി ഇവിടെ ഞാൻ വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇഷ്ടപ്പെട്ട സ്പോട്ടാണ് ഞാൻ വീണ്ടും വന്നുകൊണ്ടിരിക്കും. അങ്ങനെയാണ് പാർസൽ വാങ്ങാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ പോകുന്നത് എന്താ പറയുക, ചിക്കൻ സിംഗർ ബർഗർ ആണ്, ഒരു 3 എണ്ണം നമുക്കും ഫ്രണ്ട്സിനും വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ കുറച്ച് ടൈം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. ആൻഡ് ഇവിടെ കൂടുതലും അകത്തിരുന്ന് ആരും അധികം കഴിക്കാറില്ല. വണ്ടി പുറത്ത് പാർക്ക് ചെയ്യുന്നു, സാധനം വാങ്ങുന്നു, പോകുന്നു. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഒരു മനുഷ്യക്കുഞ്ഞു പോലും ഉള്ളിലുണ്ടാവില്ല. ഇവിടെ ഒരു അറബിക് കൾച്ചർ മെയിൻലി അങ്ങനെയുള്ള, അവർ പുറത്തുനിന്ന് വന്നു ഓർഡർ ചെയ്യുക, അങ്ങനെ അങ്ങ് പോവുക. ജ്യൂസ് ഇല്ലേ, ഇത് ഞാനിവിടെ വ്ളോഗ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇവിടുത്തെ ഒരു ഷെയ്ക്ക് ഉണ്ട്, അവക്കാഡോന്റെ സീന് ടേസ്റ്റ് ആണത്. നമ്മുടെ ഡൈനാമിക് ഷേക്കിന്റെ ഒക്കെ പോലെ ഉണ്ടാവും. 1.5 റിയാലാണ് ഇതിന്റെ പ്രൈസ്. 1.5 റിയാൽ എന്ന് പറഞ്ഞാൽ നാട്ടിലത്തെ ഒരു 350 സംതിങ് ഉണ്ടാവും, കൈൻഡ് ഓഫ്. അത്രയൊക്കെയാണ് പ്രൈസ് വരിക. അങ്ങോട്ട് പോവാണെങ്കിൽ തന്നെ ഫുൾ അവിടെയും തന്നെയാണ്, ഫുൾ റെസ്റ്റോറൻറ്റ്സ് ആണ്. അവിടുത്തെ അധികം റെസ്റ്റോറൻറ്റ്സ് ഞാൻ പോയിട്ടൊന്നുമില്ല. ഇനി അങ്ങോട്ടൊരു വിധം ദൂരങ്ങളും റെസ്റ്റോറൻറ്റ്സ്, പിന്നെന്താ പറയുക, പെർഫ്യൂം ഷോപ്സ്, ഇതാ ഇബ്രാക്ക്, ഇതൊക്കെ നല്ല ആഡൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ ആഡ്സിലൊക്കെ ഇങ്ങനെ കാണാറുണ്ട് ഈ റെസ്റ്റോറൻറ്റ്സ്. അല്ലാതെ വലിയ പരിചയമില്ല. ഇഷ്ടം പോലെ റെസ്റ്റോറൻറ്റ്സ്, ഇഷ്ടം പോലെ. ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ നോക്കിയാൽ കാണാം, ഇഷ്ടം പോലെ റെസ്റ്റോറൻറ്റ്സ്. നല്ല ബാക്ക്ഗ്രൗണ്ട് അല്ലേ ഇതൊക്കെ. ഇവിടെ നിന്ന് ഈവനിങ്ങും കൂടുതലും ഇവിടെ ടേക്ക് അവേ തന്നെ ഉള്ളൂ. ഇപ്പോൾ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ നോക്കിയാൽ കാണാൻ പറ്റും, മിക്കതും കാലിയായിരിക്കും. ലാഫൽ ഷോപ്പ് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ പോയി, പക്ഷെ അവർ എന്താ പറഞ്ഞു വെച്ചാൽ വീഡിയോ എടുക്കാനേ ചോദിച്ചത്, പക്ഷെ അവിടെ ഓണറില്ലാതെ വീഡിയോ എടുക്കാൻ സമ്മതിക്കൂല എന്നാണ് പറഞ്ഞത്. ഓണറിൻ്റെ ഒരു പെർമിഷൻ വേണ്ടി വരുന്നത്. നല്ലൊരാളായിരുന്നു അവിടെ ഉള്ള ആള്. ഒരു പറഞ്ഞാൽ അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഓണറിന്റെ പെർമിഷൻ ചോദിച്ചു. കാര്യം എനിക്ക് എന്തായാലും ഒരു വ്ളോഗായിട്ട് തന്നെ എടുക്കണം, ചിലപ്പോൾ ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്യാലോ. കാര്യം വെറൈറ്റി ഐറ്റംസ് നമുക്ക് ഫലാഫൽ ബുഫേ പോലെ വേണ്ട ടോപ്പിങ്സ് ഒക്കെ ഇട്ടിട്ട് ഒരു സാൻഡ്വിച്ച് പോലെ കഴിക്കാം. ചെറുതും വലുതായിട്ടുള്ളൊരു ഇതുണ്ട്. ഓക്കെ, 2 ബ്രെഡിൽ അത് അവൈലബിൾ. സാമൂൻ ബ്രെഡ് എന്ന് പറയും, മറ്റേ നമ്മുടെ ഹോട്ട് ഡോഗിനൊക്കെ ഉപയോഗിക്കുന്ന, അതിലാണ് ഇത് അവൈലബിൾ, ചെറുതും വലുതുമായിട്ട്. വേണ്ട ഫില്ലിങ്സ് ഒക്കെ ഇടുക, ഫലാഫൽ ഇടുക, സോസസ് ഇടുക. സോസസ് പറഞ്ഞാൽ പിന്നെ ടോപ്പിങ്സ് വരുന്നത് വെജിറ്റബിൾസ് ആണ്. അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഇട്ടിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മുടെ പരിപാടി. അപ്പോൾ അതിന് അവിടെ ഓണറില്ല, ഓണറിലെടുത്തോണ്ട് നമുക്ക് ആ ഓണറിനോട് ചോദിച്ച് ഇതാക്കാം. നമ്മുടെ സാധനം റെഡി ആയോ നോക്കാം കേട്ടോ. ഷോപ്പ് ഗൈസ് കണ്ടോ, സിപ്പ് ആൻഡ് ഡിപ്പ്. കുറെ ഓഫറൊക്കെ ഉണ്ട്, 3 റിയാൽ 2 റിയാൽ ബർഗറിന്. വലിയ പ്രൈസ് ഒന്നുമില്ല ഇവിടെ. ഓൾമോസ്റ്റ് എല്ലായിടത്തും എത്രയാണ് പ്രൈസ് ഒക്കെ തന്നെ ഇവിടെയുള്ളൂ. ഇവിടെ മറ്റൊരു സംഭവം എന്താ വെച്ചാൽ, പല റെസ്റ്റോറൻറ്റ്സും പെട്ടെന്ന് അടിച്ചു കൂട്ടി പോകും. ഭയങ്കര കോമ്പറ്റീറ്റീവ് ആ. കാര്യം ചുറ്റിനും അതേ ഇതിന്റെ സംഭവങ്ങളാണല്ലോ ഇരിക്കണത്. അതുകൊണ്ട് തന്നെ ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളൊരു സ്പേസ് ആണിത്. ഒരു ജസ്റ്റ് ചിക്കൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു, കൈൻഡ് ഓഫ് ക്ലോസ്ഡ്.
എന്ന് തോന്നുന്നു. ഫുള്ളായി അടച്ചോന്ന് അറിയില്ല. പക്ഷെ മുമ്പിലൊരു ഇതുണ്ടായിരുന്നു. അത് നമുക്ക് കൊളാബ് റിക്വസ്റ്റ് ഒക്കെ വന്നതാ, അവര് ഇങ്ങോട്ട് കൊളാബ് ചെയ്യോ വീഡിയോ എടുക്കുമെന്ന് ചോദിച്ചിട്ട്. പക്ഷെ നമുക്ക് പറ്റിയില്ല. പക്ഷെ പിന്നീട് ചോദിക്കുമ്പോഴത്തേനും അവര് പൂട്ടിപ്പോയി. അതൊരു റിഗ്രറ്റ് ഉണ്ടാക്കി. ഇവര് മുഖേന പി സി പാൻഡിപ്പ് മുഖേന അവർക്കൊരു കോൾ വന്നാ, ഇവർക്ക് ഇൻട്രസ്റ്റഡ് ആണ് പറഞ്ഞിട്ട്. പക്ഷെ ആക്സെപ്റ്റ് ചെയ്യാനെക്കാട്ടും മുമ്പേ ഇപ്പൊ റെസ്റ്റോറന്റ് ഇല്ല. ആ റെസ്റ്റോറന്റിന് പകരം എന്താ പറയാ, ഇവിടുത്തെ ഒരു കേക്കിന്റെ അങ്ങനെ എന്തിന്റെ ഒരു ബ്രാൻഡ് അവിടെ വരാൻ പോവാ. കേക്കിനെ തോന്നുന്നുണ്ട്. ആദ്യം ഉണ്ടായിരുന്ന കടയുടെ പേരെന്താ, റോക്കോ സ്നിറ്റ്സലോ അങ്ങനെ എന്തോ പറഞ്ഞു. കൈൻഡ് ഓഫ് ജർമ്മനി പേര് പോലെ അല്ലേ. വെയിറ്റിംഗ് ടൈം ഓൾറെഡി 7 മണി. കാര്യം ഇത് കഴിഞ്ഞിട്ട് നല്ല ബർഗർ അടിക്കണം, ജിമ്മിൽ പോകണം, ഉറങ്ങണം. കളി കാണണം. കളി കാണാൻ ഇന്നിപ്പോ നൈറ്റ് കളി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കാര്യം നാളെ രാവിലെ അർജന്റീനയുടെ കളിയുണ്ട്, പോർച്ചുഗലിന്റെ കളിയുണ്ട്. എന്താ എല്ലാം ഒന്ന് തന്നെ തോന്നുന്നു. ഒന്നും കുടിച്ചില്ല, വെള്ളമൊന്നും കുടിച്ചില്ല. ഇനിയിപ്പോ ബർഗർ പോയി കഴിക്കുമ്പോൾ വെള്ളം കുടിക്കാന്ന് വിചാരിച്ച്. ഇവിടെ ഉണ്ട്. മേ ബി ചിലപ്പോൾ ഒരു കിൻസ വാങ്ങും. പക്ഷെ എനിക്ക് കിൻസ അങ്ങനെ ചെയ്യില്ല. മേ ബി ഹെവി വല്ല ഫുഡും കഴിക്കാച്ചാൽ മാത്രമേ കിൻസ ചെയ്യുള്ളൂ. മൂപ്പരാൾ ഇവിടുത്തെ വെയിറ്ററാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐറ്റം വന്നിട്ട് നമ്മളെ ബോസ് തന്നിട്ടുണ്ട്. താങ്ക് യു ബ്രോ. ബൈ, താങ്ക് യു. ഐറ്റം കിട്ടി. നമ്മളിനി വണ്ടി കയറി പോവാൻ പോവാണ്. ഓക്കെ, കണ്ടോളൂ. ഇതാണ് നമ്മുടെ സാധനം, ഇതാണ് നമ്മുടെ ഐറ്റം. അപ്പോൾ ഇത് കഴിച്ചിട്ട് വരാം.